ഈ സമയം ക്രിസ്റ്റി അവൻ്റെ കാർ തുറന്ന് ബാക്ക് സീറ്റിലേക്ക് രുദ്രയെ കിടത്തി. അതിനുശേഷം അവൻ അകത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ഹർഷനോടായി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇവളുമായി പോയി 1 മണിക്കൂർ കഴിഞ്ഞ് വേണം രുദ്ര ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തേണ്ടത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എങ്കിൽ ഞാൻ അവളെയും കൊണ്ട് പോകുക. നിന്റെ ആൾക്കാർ സഹായമായി എൻ്റെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കും. അത്രയും പറഞ്ഞു പുറത്തേക്ക് ക്രിസ്റ്റി പോകുമ്പോൾ ഹർഷനുള്ളിൽ ഇന്നത്തോടെ ബദ്രിയുടെ അവസാനം, അതും തൻ്റെ കരങ്ങൾ കൊണ്ട് ചെയ്യാൻ പോകുന്നെന്ന് സന്തോഷമായിരുന്നു. ക്രിസ്റ്റി മുന്നിലെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറാനാഞ്ഞതും പിന്നിൽ നിന്നും ശക്തമായി ചവിട്ടേറ്റ് അവൻ മുന്നിലേക്ക് തെറിച്ചു വീണു. ക്രിസ്റ്റി നിലത്ത് കിടന്നുകൊണ്ട് തല ഉയർത്തി മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ കൊന്ന് ഭസ്മമാക്കാനുള്ള കൊലവെറിയോടെ നിൽക്കുന്ന ബദ്രി. അവൻ്റെ കണ്ണുകൾ രണ്ടും ദേഷ്യത്തിൽ നന്നായി ചുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവൻ്റെ കഴുത്തിലെയും കൈയിലെയും ഞരമ്പുകളെല്ലാം അവനിലെ ദേഷ്യത്തിൻ്റെ അളവ് കൂടുന്നതിനോടൊപ്പം പുറത്തേക്ക് തെളിവോടെ തെളിഞ്ഞു കണ്ടു. ബദ്രിയെ കണ്ടതും അവൻ ഭയപ്പെട്ടു. എന്നാൽ തന്നെയും അവൻ്റെ ഉള്ളിലെ ഭയം അവൻ പുറത്ത് കാണിച്ചില്ല. അവൻ നിലത്തുനിന്ന് ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് ബദ്രിക്ക് നേരെ ചീറിക്കൊണ്ടു വന്നു. എന്നാൽ ബദ്രി പാഞ്ഞു വന്ന ക്രിസ്റ്റിയുടെ നെറ്റിയിൽ അവൻ്റെ നെറ്റി കൊണ്ട് ആഞ്ഞൊരു ഇടി കൊടുത്തതും ക്രിസ്റ്റി പിന്നിലേക്ക് പോയി. ബദ്രി അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച ശേഷം കല്ലുകൊണ്ട് കെട്ടിയിരുന്ന ചുമരോട് ചേർത്ത് അവൻ്റെ മുഖം ശക്തിയായി ഉരച്ചുകൊണ്ടിരുന്നു. മുഖത്തെ തൊലിയിളകി ചോര പൊടിയുന്നതിനോടൊപ്പം അവൻ ശക്തിയിൽ അലറി വിളിച്ചു. ക്രിസ്റ്റിയുടെ നിലവിളി കേട്ടതും ഹർഷനും കൂട്ടാളികളും പുറത്തേക്ക് വന്നു. തങ്ങൾക്ക് മുൻപിൽ ക്രിസ്റ്റിയെ കൊല്ലാക്കൊല ചെയ്യുന്ന ബദ്രിയെ കണ്ടതും ഹർഷൻ ഭയത്താൽ പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. ഹർഷൻ അവൻ്റെ കൂടെ നിന്ന കൂട്ടാളികളോടായി പറഞ്ഞു, പോയി തല്ലിക്കൊല്ലടാ നായേ. അത് പറഞ്ഞതും അവന്മാർ ബദ്രിക്ക് നേരെ പാഞ്ഞു. ക്രിസ്റ്റിയെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം തനിക്ക് നേരെ വരുന്ന ഓരോരുത്തരെയും പോയി അതേ സ്പീഡിൽ തന്നെ ബദ്രി വായുവിലൂടെ പറപ്പിച്ചു. ഈ സമയം ക്രിസ്റ്റി മെല്ലെ എഴുന്നേറ്റ് പിന്നിലൂടെ വന്ന് ബദ്രിയുടെ തലയിൽ ഒരു തടിക്കഷ്ണം കൊണ്ടടിച്ചു. എന്നാൽ അവൻ അതിട്ടടിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ മറ്റുള്ളവരെ ബദ്രി വീണ്ടും തള്ളിച്ചതയ്ക്കുന്നത് കണ്ടതും അവൻ വീണ്ടും അതുകൊണ്ട് തല്ലാൻ ഉയർത്തിയതും ബദ്രി അതിൽ പിടുത്തമിട്ടു. ക്രിസ്റ്റിക്ക് അത് കണ്ടതും വീണ്ടും ഒരു ഭയം ഉടലെടുത്തു. അവൻ ബദ്രിയെ ഒന്ന് നോക്കി. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ബദ്രിയുടെ കണ്ണിലെ തീഷ്ണത കാണും തോറും അവനിൽ വീണ്ടും പേടി നിറഞ്ഞു. ബദ്രി അവനെ ഒന്ന് നോക്കിയ ശേഷം ആ തടിക്കഷ്ണം അവൻ്റെ കരങ്ങളിലാക്കിക്കൊണ്ട് രണ്ടായി ഒടിച്ചു. ആ 2 കഷ്ണങ്ങളും ക്രിസ്റ്റിയുടെ കഴുത്തിൽ ചേർത്ത് വെച്ച് ഞെരിച്ചു. ക്രിസ്റ്റി ബദ്രിയുടെ കരങ്ങൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ അവനെ വിട്ടില്ല. വീണ്ടും ഞെരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അവൻ്റെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വന്നതും ബദ്രി കാലുയർത്തി അവൻ്റെ നെഞ്ഞിൽ ആഞ്ഞു ചവിട്ടി. ക്രിസ്റ്റി വേഗം നിലംപതിച്ചു. ഒപ്പം തന്നെ അവൻ്റെ തല അവിടെ കിടന്ന കരിങ്കലിൽ ഇടിച്ച് ചോര വാർന്നൊലിക്കുന്നതിനോടൊപ്പം അവൻ്റെ ബോധവും മറഞ്ഞിരുന്നു. പ്രണവും വിജിത്തും എത്തുമ്പോൾ തന്നെ അവർക്ക് പിന്നാലെ തന്നെ വിശാലും നീരവും വെങ്കിയും ഗ്ലോറിയും അവിടെ എത്തി. ബദ്രിക്ക് നേരെ അടികൊണ്ട് വീണ്ടും പാഞ്ഞു വരുന്ന ഹർഷന്റെ കൂട്ടാളികളെ ബദ്രിക്കൊപ്പം അവരും തല്ലി ചതച്ചു. ബദ്രി, ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീ രുദ്രയെയും കൊണ്ട് പോകാൻ നോക്ക്. പ്രണവ് അത് പറഞ്ഞതും ബദ്രി വേഗം തന്നെ ക്രിസ്റ്റിയുടെ കാറ് തുറന്ന് രുദ്രയെ പുറത്തെടുത്തു. മുന്നോട്ട് പാഞ്ഞതും ഹർഷൻ ഇരുമ്പ് തണ്ടുകൊണ്ട് ബദ്രിയുടെ നെറ്റിയിൽ ആഞ്ഞടിച്ചു. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് ബദ്രിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ രുദ്രയെയും കൊണ്ട് നിലത്തേക്ക് വീണു. രുദ്ര ഞെരങ്ങിക്കൊണ്ട് കണ്ണു തുറക്കുമ്പോൾ ബദ്രിയെ കണ്ടു. എന്നാൽ അവളുടെ കണ്ണുകൾ അതേപോലെ തന്നെ അടഞ്ഞിരുന്നു. അപ്പോഴും രുദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ബോധം മറഞ്ഞിരുന്നു. ഹർഷൻ ബോധം മറഞ്ഞു കിടക്കുന്ന ബദ്രിയെ നോക്കി അട്ടഹസിച്ചു ചിരിച്ചു. അതിനുശേഷം കയ്യിലിരുന്ന ഇരുമ്പ് തണ്ട് ബദ്രിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കാനും ഇത് കണ്ടു നിന്ന വിജിത്തും പ്രണവും അവരുടെ അടുത്തേക്ക് ഏട്ടാന്നും ബദ്രി എന്നും വിളിച്ചുകൊണ്ട് പാഞ്ഞു. എന്നാൽ ഹർഷൻ കയ്യിലിരുന്ന ഇരുമ്പ് തണ്ട് കുത്തിയിറക്കും മുൻപായി തന്നെ അതിൽ ബദ്രി പിടുത്തമിട്ടു. അത് കണ്ടതും പ്രണവും വിജിത്തും ഒന്ന് നിന്ന ശേഷം മുഖാമുഖം നോക്കി ചിരിച്ചു. ബദ്രി നിലത്ത് കിടന്നുകൊണ്ട് തന്നെ കണ്ണുകൾ ശക്തിയായി തുറന്ന ശേഷം ആ ഇരുമ്പ് തണ്ടിൽ പിടിച്ചുകൊണ്ട് തന്നെ ചാടി എഴുന്നേറ്റു. ഇടയ്ക്ക് കണ്ണുകൾ അടഞ്ഞു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ ശക്തിയായി തന്നെ കണ്ണുകൾ തുറന്ന് പിടിച്ചുകൊണ്ട് ഹർഷന്റെ നെഞ്ചിൻ്റെ സൈഡിലേക്ക് ആ ഇരുമ്പ് തണ്ട് ചേർത്തുകൊണ്ട് അവൻ്റെ വലത്തെ കരം കൊണ്ട് കുത്തിയിറക്കി. ഹർഷൻ വേദന കൊണ്ട് നിലത്ത് വീണ് പുളഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം രുദ്രയെ വിശാൽ വന്ന് അവൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് കാറിൽ കിടത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു. പിന്നെ വിജിത്ത് ചെന്നെങ്കിലും അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ മുന്നിലേക്ക് പായിച്ചു.
ഗ്ലോറി ക്രിസ്റ്റി കിടന്നിടത്ത് വന്ന് നിലത്തായി മുട്ടുകുത്തിയിരുന്നു. അതിനുശേഷം കയ്യിൽ കരുതിയ ബാഗിൽ നിന്നും മരുന്ന് നിറച്ച ചെറിയ ബോട്ടിലെടുത്തു. അതിൽ നിന്നും സിറിഞ്ചിലേക്ക് മരുന്ന് നിറച്ച ശേഷം അവൻ്റെ കഴുത്തിലെ ഞരമ്പിലേക്ക് കുത്തിയിറക്കി. ഗ്ലോറി, നീ ഇതെന്താ ചെയ്യുന്നേ? നീരവ് അവളെ നോക്കി ചോദിച്ചു. എങ്കിൽ അതിന് ഉത്തരം പറയാതെ വീണ്ടും അതുപോലെ മറ്റൊരു ബോട്ടിൽ നിന്നും മരുന്നെടുത്ത് അവൻ്റെ കൈഞ്ഞരമ്പിലും ഇഞ്ചക്ട് ചെയ്തു. നീ ഇതെന്താ ചെയ്യുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. വെങ്കിയും അവളെ നോക്കി പറഞ്ഞതും അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായാണ്. അത് നിങ്ങൾക്കും അറിയാം. ഇവനു വേണ്ടി പാവം രുദ്രയെ പോലും ദ്രോഹിക്കേണ്ടി വന്നു. എന്നിട്ട് അവൻ എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവനെ സ്നേഹിക്കാൻ ഞാൻ ഉണ്ടായിട്ട് പോലും മറ്റൊരാളുടെ ഭാര്യയായ അവളെ തന്നെ വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ. എന്ന് കരുതി ഇവനെ മറന്ന് ജീവിക്കാൻ എനിക്കാവില്ല ഒരിക്കലും. അത് അവൻ്റെ ഓർമ്മയിലുള്ള എല്ലാ മെമ്മറിയും എടുത്തു കളയാൻ വേണ്ടി ഞാൻ തന്നെ അവൻ്റെ ബോഡിയിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്തത്. നിനക്കെന്താ ഗ്ലോറി, ഭ്രാന്തായോ? നീ ഇത് ചെയ്തതും അവനെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തന്നെ അവൻ്റെ കണ്ടീഷൻ നോക്ക്. അതിൻ്റെ കൂടെയും മെഡിസിൻ അവന് വേറെയും രീതിയിൽ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, അതെനിക്കുറപ്പാ. ഓർമ്മ നഷ്ടപ്പെട്ട് ഇവനെയും നോക്കി നിന്റെ ജീവിതം കളയാനാണോ പ്ലാന്? എന്നെങ്കിലും അവൻ്റെ ഓർമ്മ തിരികെ വന്നാൽ ആദ്യം നിന്നെയാകും അവൻ കൊല്ലുക. ഇല്ല, കാരണം അവൻ്റെ ഓർമ്മ ഒരിക്കലും തിരികെ വരില്ല. അവൻ തീർത്തും പുതിയൊരാളായിരിക്കും. ഞാൻ എന്താണോ അവന് പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമേ അവൻ്റെ ഓർമ്മയിൽ പലപ്പോഴും കാണുകയുള്ളൂ. പക്ഷേ ഗ്ലോറി, വേണ്ട നീരവ്, ഒന്നും പറയണ്ട. എനിക്ക് വേണം ഇവനെ. പിന്നെ അവനെ പോലെ ഞാനും അത്ര നല്ലതൊന്നും ആർക്കും ചെയ്തിട്ടില്ല. ഇതിലൂടെ രുദ്രയിൽ നിന്നും അവനെ എന്നേക്കുമായി അകലേക്ക് കൊണ്ടുപോകാനും കഴിയും എനിക്ക്. തൽക്കാലം ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതിനുശേഷം ഞാൻ പറയാം എൻ്റെ തീരുമാനം എന്തെന്ന്. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മാത്രം മതി. ഗ്ലോറിക്കൊപ്പം ക്രിസ്റ്റിയെ കാറിലേക്ക് കിടത്തിയ ശേഷം നീരവും വെങ്കിയും നേരെ പ്രണവിൻ്റെയും വിജിത്തിൻ്റെയും അടുത്തേക്ക് വന്നു. രുദ്ര സേഫാണല്ലോ അല്ലേ? അതെ. എങ്കിൽ ഞങ്ങൾ അവനെയും കൊണ്ട് പോകുക. ഇനി ഒരിക്കലും അവൾക്കൊരു ശല്യമായി അവൻ വരില്ല, ഇത് ഞങ്ങളുടെ ഉറപ്പാ. അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയതും ബദ്രി അങ്ങോട്ടേക്ക് വന്നു. അവന് തലയ്ക്ക് നല്ല പെയിൻ തോന്നി. ബദ്രി, ഡാ ചോര, നിനക്ക് കുഴപ്പമെന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രണവ് ടെൻഷനോടെ ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല. അവളെവിടെ രുദ്ര? ബദ്രി അത് ചോദിച്ചിട്ടും പ്രണവും വിജിത്തും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും ബദ്രി അവരെ രണ്ടുപേരെയും വീണ്ടും ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താടാ ഒന്നും മിണ്ടാത്തെ? അവൾ എവിടെ? എൻ്റെ പെണ്ണെവിടെയെന്ന് അവസാനം പ്രണവിൻ്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചതും പ്രണവിനെ പോലെ വിജിത്തും കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു. നീ എന്താ പറഞ്ഞ്? പ്രണവ് അത് ചോദിക്കുമ്പോഴാണ് ബദ്രിക്ക് താൻ എന്താണ് പറഞ്ഞെന്ന ബോധം വന്നത്. അവനുള്ളിലെ പതർച്ച മറിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അലറി, നിന്നോടല്ലേ പന്ന മോനെ അവൾ എവിടെയെന്ന് ചോദിച്ചേ? ഇനിയും അവനെ ദേഷ്യം പിടിപ്പിച്ച അവരുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് മനസ്സിലായതും പ്രണവ് തന്നെ പറഞ്ഞു, എടാ രുദ്രയെ വിശാൽ കൊണ്ടുപോയി. അപ്പോഴത്തെ ബഹളത്തിൽ ഞങ്ങൾക്ക് തടയാനും കഴിഞ്ഞില്ല. കൊല്ലും ഞാൻ അവനെ. അവനോട് പറഞ്ഞതാ അവൾക്ക് പിന്നാലെ വരില്ലെന്ന്. നീ സമാധാനിക്ക്. അവൻ അവളെ അടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാകുക. വാ പോയി നോക്കാം. വിശാൽ നേരെ രുദ്രയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. അതേ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു ക്രിസ്റ്റിയെയും കൊണ്ടുവന്നത്. വിശാലിന് പിന്നാലെ തന്നെ അപ്പുവും മാമിയും ഋഷിയും അവിടെ എത്തി. വിശാലിനൊപ്പം രുദ്ര സേഫ് ആയിട്ടുണ്ടെന്നറിഞ്ഞതും അപ്പുവിനെയും മാമിയെയും ഋഷിയെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. രുദ്രയെ കാണുന്നില്ലെന്നറിഞ്ഞതും തന്നെ അവനും അവിടെ നിന്നും തിരിച്ചിട്ടുണ്ടായിരുന്നു. ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും ഋഷിയും വിശാലും അവൾക്കടുത്തേക്കായി ചെന്നുകൊണ്ട് ചോദിച്ചു, ഡോക്ടർ, രുദ്രയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ആൾക്ക് കുഴപ്പമൊന്നുമില്ല. മരുന്നിൻ്റെ മയക്കത്തിലാണ് ആള്. അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. താങ്ക്സ് ഡോക്ടർ. അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയതും തന്നെ ഋഷി മാമിയോടായി പറഞ്ഞു, മാമി വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടി. കണ്ടോ, അവൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എങ്കിലും ഒരു നിമിഷം ഞാൻ ഇല്ലാണ്ടായി. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ കാണില്ലായിരുന്നു. അതിനങ്ങനെ സംഭവിച്ചില്ലല്ലോ. ദൈവം അവൾക്ക് തുണയായി നിന്നില്ലേ? എങ്കിലും അവരെന്തിനാ എൻ്റെ മോളെ കൊണ്ടുപോയത്? അത് ആളുമാറി കൊണ്ടുപോയതാ. ശരിക്കും ആളുമാറി കൊണ്ടുപോയതാണോ അതോ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ നിങ്ങൾ? ശരിക്കും ആളുമാറി കൊണ്ടുപോയതാ. അതല്ലേ വിശാൽ ചെന്നയുടൻ അവർ അവളെ അവനൊന്ന് വിട്ടയച്ചത്. ഭവാനി വിശാലിനെ ഒന്ന് നോക്കി. എന്നിട്ട് മോൻ്റെ നെറ്റി മുറിഞ്ഞിരിക്കുന്നതോ അത് അവനൊന്ന് വീണതാ, അല്ലാതെ വേറൊന്നുമില്ല. എന്നാലും എനിക്കെന്തോ
ഒരെന്നാലും ഇല്ല. ഇനി മാമി അത് തന്നെ വിചാരിച്ചുകൊണ്ട് BP കൂട്ടാൻ നിൽക്കണ്ട കേട്ടല്ലോ. മോനുള്ളവണ് എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചില്ല. ഇതിന് മോനോട് ഇങ്ങനെ ഞാൻ നന്ദി പറയുക? ഭവാനി വിശാലിനെ നോക്കി പറഞ്ഞതും അവൻ അവരെ നോക്കി പറഞ്ഞു, ഇതിന് ആൻറ്റി നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നോട്. ഇതെൻ്റെ കടമയാണ്. അതിനവർ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് ഭദ്രയ്ക്കും വിജിത്തും വിശാലും നടന്നു വന്നു. ഭവാനിക്ക് വിജിത്തിനെ മനസ്സിലായെങ്കിലും കൂടെയുണ്ടായിരുന്നവരെ മനസ്സിലായില്ല. ഭദ്ര മുന്നിൽ നിൽക്കുന്ന വിശാലിന് നേരെ പാഞ്ഞതും ഭദ്രയുടെ കയ്യിൽ പ്രണവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഇവിടെ വെച്ചൊരു സീന് വേണ്ട. അതേട്ടാ, പ്രണവേട്ടൻ പറഞ്ഞതാ ശരി. ഇവിടെ വെച്ച് ഏട്ടനായി ഒരു സീൻ ഉണ്ടാക്കരുത്. ഏട്ടത്തിയുടെ മാമി കൂടെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർമ്മ വേണം. ഭദ്ര ഉള്ളിലെ ദേഷ്യം മറച്ചുകൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു വന്നിട്ട് വിശാലിനെ തറപ്പിച്ച് നോക്കിയ ശേഷം രുദ്ര കിടന്ന റൂമിലേക്ക് അവൻ കയറി വാതിലടച്ചു. അത് കണ്ടത് ഭവാനി മുന്നിലേക്ക് നോക്കി എല്ലാവരോടുമായി ചോദിച്ചു, അതാരാ ഇപ്പോൾ അകത്തേക്ക് പോയത്? അതിനുള്ള മറുപടി വിജിത്താണ് നൽകിയത്. അതാണ് മാമി ഇന്നലെ മുതൽ കാണാൻ ആഗ്രഹിച്ച എൻ്റെ ഏട്ടൻ ബദ്രി. അത് കേൾക്കെ ഭവാനിയുടെ കണ്ണുകൾ വിടർന്നു. ഒരു നോക്കി കണ്ടുവെങ്കിലും ബദ്രിയുടെ അവർക്കിഷ്ടമായി. തൻ്റെ രുദ്രയ്ക്ക് ഇതിലും നല്ലൊരാളെ ഒരിക്കലും കിട്ടില്ലെന്ന് അവർ മനസ്സിൽ പറഞ്ഞു. ഭദ്ര വരുമ്പോൾ ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് രുദ്ര. അവൻ അവൾക്കരികിലായിരുന്നു. അവളുടെ കയ്യിൽ കൈ ചേർക്കാൻ ആഞ്ഞതും രുദ്ര കണ്ണുകൾ മെല്ലെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭദ്ര കൈ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. രുദ്ര കണ്ണുകൾ തുറന്ന് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെ ഇമിച്ചിമാതെ നോക്കിയിരിക്കുന്ന ഭദ്രയെ. അവളുടെ നോട്ടം അവൻ്റെ നെറ്റിയിൽ നിന്നും മുഖത്തിലോട്ട് ഒരു സൈഡിലായി ഒലിച്ചിറങ്ങുന്ന ബ്ലഡ് കണ്ടതും അവൾ ബെഡിൽ നിന്നും പിടഞ്ഞെണീറ്റ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചോര, നെറ്റിയിൽ നിന്നും ചോര വരുക. ഏയ്, അത് സാരമില്ല, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്നാൽ ബദ്രി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവൻ്റെ മുറിവിലൊന്ന് തൊട്ടു. ബദ്രി ഒന്ന് നെറ്റിച്ചുളിച്ചതും അവൾ കരയാൻ തുടങ്ങി. എനിക്കറിയാം, ഞാൻ കാരണമല്ലേ ഈ മുറിവ് പറ്റിയത്. ഏയ്, ഇത് നീ കാരണമൊന്നുമല്ല. ആണ്, ഞാൻ കണ്ടിരുന്നു. എന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോഴല്ലേ അയാൾ. അത് പറഞ്ഞ് വീണ്ടും കരയുന്നവളെ കണ്ടപ്പോൾ അവൻ ആ പെണ്ണിനോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടം കൂടുന്നത് പോലെ തോന്നി. രുദ്രവേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോയി മരുന്ന് വയ്ക്കാം, വാ. ആദ്യം നീ റെസ്റ്റ് എടുക്ക്, ഇത് മാറിക്കോളും. ഇതത്ര വലിയ മുറിവൊന്നുമല്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. മുറിവ് ഈ നെറ്റിയിലാണെങ്കിലും ചോര പൊടിയുന്നത് എൻ്റെ ചങ്കിൽ നിന്നാണ്. അത് കേൾക്കുമ്പോൾ ബദ്രി അവളെ തന്നെ ഒരു നിമിഷം നോക്കിപ്പോയി. അവൾക്ക് കൂടുതലും ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള തന്നെ ഇവൾക്കിതെങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നെന്ന് തോന്നി അവന്. ബദ്രി അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ അവൾക്ക് പിന്നാലെ ചലിച്ചു. പുറത്തു വന്നതും അവിടെയുള്ള ആരെയും നോക്കാതെ ബദ്രിയുടെ കൈ പിടിച്ചു പോകുന്ന അവനെയും അവളെയും തന്നെ എല്ലാവരും മാറി മാറി നോക്കി നിന്നു. ബദ്രിയെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരുത്തിയപ്പോഴും ബദ്രിയെ ചുറ്റിപ്പറ്റി അവളും ഉണ്ടായിരുന്നു. അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് ഡ്രസ്സിങ് ചെയ്യുമ്പോഴും അവനേക്കാൾ വേദന അവൾക്കായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോളം അവളുടെ കണ്ണുകളും നിറഞ്ഞുകൊണ്ടിരുന്നു. ബദ്രിയുടെ നെറ്റിലെ മുറിവ് ഡ്രസ്സിങ് ചെയ്തു തീർന്നതും രുദ്ര അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. അവൻ്റെ അനുവാദം പോലും ചോദിക്കാതെ അവൻ്റെ ഡ്രസ്സിങ് ചെയ്ത മുറിവിലേക്ക് അവളുടെ ചുണ്ടുകൾ ചേർത്തു. അതിനുശേഷം അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബദ്രിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കുന്ന തൻ്റെ മാത്രം പെണ്ണിനായുള്ള പുഞ്ചിരി.